ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. മര്യാദയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത്. പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ളൊരു ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു. അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു. അയാൾക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. പേര് വസുന്ധര. ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ അവക്ക് വെറും 2 വയസ്സ്. ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ 3 വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണർ ആയിട്ട് കേരളത്തിൽ നിന്നും വന്ന ഒരു മാന്യ പിശാച് എന്ന് പറയുന്നതാണ് ശരി. അതെ, ആ മാന്യ പിശാച് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വസുന്ധര എന്ന കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യ പിശാച് മുങ്ങുന്നു. അവിടെ ഒരു ജാരസന്തതി പിറക്കുന്നു. പിശാച് ഇവിടെ വന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. തലയിൽ മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല. പറയേണ്ടി വന്നേക്കും. ഞങ്ങളുടെ RC ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര കൈമളുടെ ജാരസന്ധതി കഥ ഞങ്ങളുടെ അങ്ങാടി പാട്ടാക്കും. ഇത് സത്യം. ശിവം സുന്ദര. പിന്നെ സാറിന് ഈ ഓഞ്ഞ മൊട്ടത്തല പുറത്ത് കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല. ബ്ലാക്ക് മെയിൽ ചെയ്യണോ? നോ, വൈറ്റ് മെയിൽ. ഞാൻ പുറത്തുണ്ടാവും ഉണ്ണി. നിനക്കൊന്നും ഇനി ഒരു അളവുമില്ല. 24 മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും. ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകളെ അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും. സാരമില്ല, നമുക്ക് വേറെ വഴി നോക്കാം. എന്തായാലും പറ്റിയത് പറ്റി. തൽക്കാലം അവളോട് പറയണ്ട. പറ്റിയതും കിട്ടിയതും പറയണ്ട. രാവിലെ കോശി വീശി തുടങ്ങിയോ? രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ? കോശി വീശു കോശി. വീണ വേദന കാരണം ഞാൻ വീണ വായന എന്ന് കേട്ടിട്ടുണ്ട്. വീണ വേദന എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. വസന്തിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അതിന് ഞാൻ വസന്തിക്ക് കൊടുത്തില്ലല്ലോ. അതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്ക് ഒരു അപ്പൊ എന്റെ കാര്യോ? വസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കാം. എനിക്കിപ്പം നിങ്ങളുടെ കീഴിൽ പണിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ എന്റെ കുടുംബം പട്ടിണി എടുക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാനിത് അടിക്കും. കോശി ലേശം ഓവറാ. ഞാൻ ഓവറൊന്നുമല്ല, ഒരു 6 റുപ്യ കഴിച്ചിട്ടുണ്ട്. വസന്തിക്ക് ഞാൻ കോള കൊടുത്തിട്ട് ഇപ്പൊ വരാം. മുഴുവൻ തീർത്ത് കളഞ്ഞേക്കല്ലേ. അപ്പൊ ഇത് ഞാൻ അടിക്കും. അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി. വെറുതെ എന്തിനാ ഇങ്ങനെ ലിവർ കളയണേ? എന്താ അവിടെ ഒരു കലാപരിപാടി? അത് കുക്കിന് ചെറിയൊരു ട്രീറ്റ്. ഇത് വസന്തിക്ക്. എന്താ കോള. ഭയങ്കര മേലുവേദന. ഞാനൊന്നും മയങ്ങട്ടെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ടെറസിന്റെ മുകളിലേക്ക് പോവല്ലേ? മുറ്റത്തേക്ക് ഇറങ്ങണ്ട. ഇതാ ഇത് വെച്ചോ, ആവശ്യം വരും. ഇതെന്താ യൂറിസ്റ്റ? എന്റെ മോലാളി, ഞാൻ ഈ ടെറസിലേക്കില്ല, വല്ല മറച്ചോട്ടിലും കിടന്നോളാം. അതാ നല്ലത്. ടെറസിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും. അപ്പൊ പിന്നെ താഴെ കിടക്കുന്നല്ലേ നല്ലത്. ഞാൻ എവിടെയും കിടന്നോളാം. എന്നാലേ ഞാൻ ആ ടെറസിന്റെ മുകളിൽ കയറി പായ തലോനെ എടുക്കണ്ടേ? ഇതെന്ത്, ഇത് കോള മാത്രമേ ഉള്ളൂ? എടുത്തൊഴിച്ചൂടെ? ദേ ഇരിക്കുന്നു. ഇതെന്താ ഭൂമി കുലുക്കോ? വസന്തി ഇറങ്ങിയേ. വസന്തി, കോള മാറിപ്പോയടാ. ഓട്ടോ ഓട്ടോ, നേരെ ആ വണ്ടിയുടെ പുറകു വിട്ടോ. വേഗം പോ, വേഗം പോ. നോക്കണേ. വേഗം വിടറോ. അടുപ്പിക്ക് അടുപ്പിക്ക്. പിടിപോട്ടെ പിടിപോട്ടെ. പിടിച്ചിരുന്നോ? എന്റെ കിടപ്പാടം പോയേ. വേഗം വിട്, വേഗം വിട്. അയ്യോ, കോശിയല്ലേ ഇത്? കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ
അയ്യോ നീ കോയമ്പത്തൂര് നിർത്തൂ. പോയത് പോട്ടെ, നമുക്ക് നമ്മളെ വണ്ടി പിടിക്കാം. വാ. ഒന്ന് വേഗം വിടറോ. അല്ലെങ്കിൽ എന്തൊരു സ്പീഡാണ് നിങ്ങൾക്ക്. ഹലോ ബൈക്കേട്ടാ, ഒരു മിനിറ്റ്. സുന്ദരം നീ ആ ബസ്സിന്റെ പുറകെ പോട്ടെ, പോട്ടെ. ഏയ്, സുന്ദര. ഹലോ, ഹലോ, എടോ, അങ്ങോട്ട് പോണം. ഞാൻ ഇങ്ങോട്ടാ. ഇങ്ങോട്ട് കൊണ്ടുപോണം. ഏയ് നിർത്ത്. ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. ഇതെന്തേത്? ഞാനൊരു ബൈക്കിന്റെ പുറകെ കയറി ടാങ്ക് ചെയ്ത് പോയില്ലേ, അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു. ഇതെന്താ മൂക്കിൽ പഞ്ഞി? ഇത് സ്മെല്ലടിക്കാണ്ടിരിക്കാനാ. നമ്മുടെ ബസ് എവിടെ? അയ്യോ ചേട്ടാ നിന്നാ ചായ കുടിച്ചിട്ട് പന്നി. എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം അറിയാൻ ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ജീവിതം നീ ഇപ്പൊ കളിച്ചത്. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ആരുടെങ്കിലും കൈയും കാലും പിടിച്ചൊന്ന് ജീവിക്കാന്ന് വെച്ചാ അവിടെ പോയിക്കോ എന്റെ മുമ്പിന്ന്. പോവാനല്ലേ പറഞ്ഞേ? നീ എന്താ ഈ കാണിച്ചത്? എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ശവം പോലും കിട്ടില്ലായിരുന്നു. അവൾ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലേ? അതിനാണല്ലോ തല്ലിയത്. പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ തിരിച്ചു വിളിക്കാൻ പോവാ. ബസന്തി അവിടെ നിക്ക്. ഞാനാ വിളിക്കണത്. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. അവനൊരു തമാശ പറഞ്ഞല്ലേ, ഇങ്ങോട്ട് വരാൻ. വരില്ല, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അവളെവിടെ പോവാനാ? അടി കൊണ്ട് ദേഷ്യം തീരുന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളും. നീ വണ്ടി കയറ്, കുളിച്ചിട്ട്. ജപ്തി ചെയ്യാനല്ല, ലോൺ സാങ്ഷൻ ആയ കാര്യം അറിയിക്കാനാ ഞാൻ വന്നത്. എത്ര രൂപ വേണം? 25,000, 50,000? ഇയാൾക്ക് ഇപ്പോഴാ ബോധോദിച്ച്. ജാരസന്തതിക്കത് നാട്ടി പാട്ടാവാതിരിക്കാൻ കോംപ്രമൈസിന് വന്നിരിക്കാം മൊട്ട. മിസ്റ്റർ കായ്മൾ, 50,000 അല്ല 1,00,000 രൂപ തന്നാലും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഏത് കുട്ടിയുടെ? എന്ത് കോംപ്രമൈസ്? ഓർമ്മയില്ല? ഇല്ല. ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം. കണ്ണടയുണ്ട്, മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും നീ വെച്ചേരും. അപ്പൊ ലോൺ തരാന്ന് പറഞ്ഞത് 5 ലക്ഷം ഉറുപ്പിയുടെ ബാങ്ക് ഗ്യാരണ്ടി ഇയാളുടെ പേരിൽ എന്റെ ബാങ്കിൽ വന്നുകൊണ്ട് 5 ലക്ഷം രൂപയാ എന്റെ പേരിലോ? സംഗതി സീക്രട്ട് ആയിട്ടാണ് എത്തിയതെങ്കിലും കോഡ് നമ്പർ വെച്ചെല്ലാം ഞാൻ തപ്പിപ്പിടിച്ചു. മിടുക്ക, എങ്ങനെ ഒപ്പിച്ചു ഈ പോണ്ടിച്ചേരി കണക്ഷൻ? ഞങ്ങൾക്കൊരു ചേരിയായിട്ട് കണക്ഷൻ ഒന്നുമില്ല. പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം ഉറുപ്പിയുടെ ഗ്യാരണ്ടി വന്നത്? മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് ബസന്തി അല്ലേ? ഇവിടത്തെ ബസന്തി ആയിരിക്കും അവിടത്തെ ഗായത്രി. അവിടുത്തെ ഗായത്രി ആയിരിക്കും ഇവിടുത്തെ ബസന്തി ഓ, അല്ലേ? അപ്പൊ അവിടെ കള്ളപ്പേരില് കള്ളപ്പേരിൽ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചോ. പോണ്ടിച്ചേരി മന്ത്രിയുടെ മകള് മലയാളം പറയൂ. ഓ എടോ, അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കൊരു മലയാളിയാ. പണ്ടെങ്ങാണ്ടോ ഇവിടുന്ന് നാട് വിട്ടു പോയതാ. ഏതോ ഒരു ഒറ്റപ്പാലംകാരിയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ടറോ, ആ കുട്ടി എവിടെ? അവള് പോയി.